വീണ്ടും ഈ മധ്യസ്ഥ സമിതി രംഗത്ത് വന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങൾ, കുഞ്ഞാലി സാഹിബ്, എം ടി ഉസ്താദ്, ജിഫ്രി തങ്ങൾ ടീം തുടങ്ങിയ ആളുകൾ. അവർ 2023 ജൂൺ 1 6 തീരുമാനങ്ങൾ എടുത്തു. ഈ 9ൽപ്പെട്ട 6 തീരുമാനങ്ങളാണിത്. അവിടെയാണ് 9 തീരുമാനങ്ങൾ പ്രസക്തി. ഈ 6 തീരുമാനങ്ങൾ എടുത്ത് അതുവഴി പ്രശ്നം തീരേണ്ടതാണ്. ആ 6 തീരുമാനങ്ങൾ ഇവർക്ക് അയച്ചു കൊടുത്തു. മധ്യസ്ഥന്മാരുടെ തീരുമാനം സമസ്ത അംഗീകരിച്ച് അയച്ചു കൊടുത്തു. അവർ ചെയ്ത പണി കേൾക്കണോ? ഈ 6 തീരുമാനങ്ങൾ അയച്ചു കൊടുക്കുന്നത് സെനറ്റ് അംഗീകരിച്ച് സമസ്ത മുഷാവറക്ക് കൈമാറണമെന്ന തീരുമാനം. അതിന് പകരം അവരെന്ത് ചെയ്തു വെച്ചാൽ, ഹക്കീം ഫൈസിന്റെ രാജി ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്വീകരിച്ചു എന്ന് വാർത്താ സമ്മേളനം നടത്തിയത് മാറ്റിയിട്ട് എന്താക്കി? അദ്ദേഹം ഇവർ മാറ്റി, സാദിഖ് അലി തങ്ങൾക്ക് രാജി സ്വീകരിക്കാൻ അവകാശമല്ല, അധികാരമല്ല, അത് ഈ സെനറ്റിനാണ് അധികാരം, അതുകൊണ്ട് രാജി സ്വീകരിച്ച് ദുർബലപ്പെടുത്തി. ഇതൊക്കെ പുറത്തേക്ക് അവർ കൊടുത്ത വാർത്തയാണ്. ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങളെ അവഹേളിക്കുന്ന വിധം തങ്ങൾ രാജി സ്വീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ തങ്ങളുടെ വാക്കുകൂടി പറഞ്ഞിട്ടുണ്ട്, നിയമപരമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് അദ്ദേഹത്തിന്റെ രാജി സ്വീകരിച്ചിട്ടുണ്ടെന്നാ. അത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് അത് ദുർബലപ്പെടുത്തി. ഇനി രണ്ടാമത് ഞങ്ങളും തീരുമാനിക്കട്ടെ എന്ന് തീരുമാനിച്ചു. ഏതുപോലെ? പണ്ടൊരു നമ്പൂരിണ്ട്, ഒരു യാചകൻ ചെന്നു. യാചകൻ ചെന്നപ്പോൾ ഇവിടെ പൈസ ഒന്നും ഇല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ അത് പോയി. കുറച്ച് പോയപ്പോൾ അല്ലല്ല ആളെ വിളിക്കും കിട്ടുമായിരുന്നു. യാചകൻ വിളിച്ചിട്ട് ഇവിടെ ഒന്നുമില്ല, പോയിക്കു പറഞ്ഞു. പറയേണ്ട ആൾ ഞാനാണെന്നാ. ഈ തരത്തിൽ ഇവർ പച്ചയായി എന്ത് ചെയ്തു? നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചു. അത് നേതൃത്വം തീരുമാനിച്ച് പറഞ്ഞ കാര്യം, അത് പാണക്കാട് തങ്ങൾ പറഞ്ഞ തീരുമാനം ഞങ്ങൾ ദുർബലപ്പെടുത്തി. രണ്ടാമത് കുറച്ച് കഴിഞ്ഞ് ചർച്ചയിൽ വീണ്ടും ആ രാജ്യം സ്വീകരിച്ചു ആക്കി മാറ്റി. അത് മാത്രം നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. സമസ്തയും മുസ്ലിം ലീഗിന്റെ നേതാക്കളും സംയുക്തമായെടുത്ത തീരുമാനം അംഗീകരിക്കാൻ കൂടിയ സെനറ്റിൽ അത് അംഗീകരിക്കുന്നതിന് പകരം സമസ്തക്കെതിരെ 2 പ്രമേയങ്ങൾ അംഗീകരിച്ചുകൊണ്ട് വാക്കുകൾ പ്രസിദ്ധീകരണം കൊടുക്കായത് ഈ പറഞ്ഞ സെനറ്റ്. നിങ്ങൾ ഓർത്ത് നോക്കി, എത്ര മോശമായിട്ടാണ് അവർ പെരുമാറുന്നത്. അപ്പോഴാണ് വീണ്ടും സ്റ്റക്കായത്. വീണ്ടും ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ നേതാക്കളും സമസ്ത നേതാക്കന്മാരും നിരാശരായില്ല. വീണ്ടും അവരെ യോഗം ചേർന്നു. വീണ്ടും അവർ യോഗം ചേർന്നിട്ട് വീണ്ടും ചർച്ച തുടർന്നു. ആ വീണ്ടും പുതിയ ഡിമാൻഡുകൾ വെക്കേണ്ടി വന്നു. അങ്ങനെ 3 കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു 9 കാര്യങ്ങളായി. അത് 8/12/23 ലാസ്റ്റ് എല്ലാ തീരുമാനങ്ങളുമായി 9 തീരുമാനങ്ങൾ എഴുതി വെച്ച് ഫൈനലായി സമസ്ത മുഷാവർക്ക് സമർപ്പിച്ച് മുഷാവർക്ക് കൈമാറുന്നത്. ഈ 9 കാര്യങ്ങൾ ലാസ്റ്റ് എഴുതി കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട PK കുഞ്ഞാലൂർ സാഹിബ് എഴുന്നേറ്റ് വന്നു. മുഷാവറയിൽ അതിൽ പങ്കെടുത്ത നേതാക്കന്മാർ പറയുന്നു, എഴുന്നേറ്റ് പറഞ്ഞു, ഈ 9 ഇനി ഇവർ അംഗീകരിക്കുകയാണെങ്കിൽ ഇതോടെ പ്രശ്നം തന്നെ, സമസ്തന്റെ ഭാഗത്ത് പുതിയ സജഷൻ വരാൻ പാടില്ല. ഓക്കെ, എല്ലാവരും അംഗീകരിച്ചു, നമുക്ക് എത്ര മതിയല്ലോ. അഥവാ ഇനി 9 കാര്യം ഇനിയും ഇവർ ഇതും അംഗീകരിക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം, ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് പ്രസിഡന്റാണ് രാജിവെക്കുക, വേറെ വഴിയില്ല, അതും അംഗീകരിച്ചു. അങ്ങനെ പിരിഞ്ഞിട്ടാണ് സമസ്ത മുഷാവറ 8/12/23 ഈ 6 കാര്യവും പ്ലസ് മധ്യസ്ഥന്മാരുടെ 3 കാര്യങ്ങളും 9 കാര്യങ്ങൾ എഴുതി തയ്യാറാക്കി മുഷാവറ ശരി വെച്ച് ഈ CIC അയച്ചു കൊടുത്തത്. ആ CIC ഇവർ ഇന്നലെ പറഞ്ഞ 2 പ്രശ്നമാണ് പറഞ്ഞത്. ഞങ്ങളുടെ എല്ലാ കാര്യവും അംഗീകരിച്ചിട്ടുണ്ട്, ഒക്കെ അംഗീകരിച്ചിട്ടുണ്ട്, വെറുതെ പറയണം അംഗീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ എന്നുള്ളത്. ഞാൻ പറയുന്നു, ഈ 9 കാര്യങ്ങളിൽ ഒരു കാര്യം പോലും നിങ്ങൾ മര്യാദയ്ക്ക് അംഗീകരിച്ചതായി തെളിവ് തരികയാണെങ്കിൽ ആ നിമിഷം നിങ്ങളെ കൂടെ നിൽക്കാൻ തയ്യാറാണ്. നിങ്ങൾ ചെയ്തിട്ടില്ല, ധിക്കാരാണ് നിങ്ങൾ കാണിച്ചത്, വേദനയുണ്ട്. ഇവർ എത്ര ഉത്തരവാദപ്പെട്ട ആളുകളാണ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ സമുദായത്തിന്റെ നേതാവല്ലേ? ഈ മുസ്ലിം ഉമ്മത്തിൽ സുന്നികളും അംഗീകരിക്കും, മുജാഹിദും അംഗീകരിക്കും, ജമാഅത്തും അംഗീകരിക്കും, എല്ലാവരും അംഗീകരിക്കുന്ന നേതാവ് പാണക്കാട് തങ്ങൾ. PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ നേതാവാണ്, എല്ലാവരും അംഗീകരിക്കുന്ന നേതാവാണ്. സമസ്തയുടെ ഏറ്റവും ടോപ്പ് ലീഡർമാരാണ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പോലുള്ള ആദരണീയരായ പണ്ഡിതന്മാർ. അവരൊക്കെ കഷ്ടപ്പെട്ട് 2, 3, 4 ദിവസം മാസങ്ങൾക്കകം ഇരുന്ന് തയ്യാറാക്കിയ ഒരു ഫോർമുല, ആ ഫോർമുല അംഗീകരിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല അതിൽ ഓരോന്നും വെള്ളം ചേർത്തുകൊണ്ട് തിരിച്ചെഴുതി കൊടുത്തു. ഒരു മര്യാദ വേണ്ടേ? ഇവർ പറയുന്നത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അത് ഭരണഘടനാപരമായി നിലനിൽക്കാത്ത കാര്യങ്ങളാണ് എഴുതുന്നത് എന്നുള്ള, ഭരണഘടനാപരമായി നിയമപരമായി നിലനിൽക്കാത്ത കാര്യങ്ങളാണ്. ഞാൻ പറയട്ടെ സഹോദരന്മാരെ, PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഭരണഘടനാപരമായ കാര്യങ്ങൾ അറിയാനുള്ള കഴിവില്ലേ? ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഇങ്ങനെ ഒരു മധ്യസ്ഥ തീരുമാനം ഉണ്ടാക്കാൻ പാടില്ലാത്തതെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലേ? സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ഇതിങ്ങനെ പറഞ്ഞാൽ നിലനിൽക്കാത്ത കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ള കഴിവില്ലേ? MT ഉസ്താദിന് കഴിവില്ലേ? കൊയ്യോട് ഉസ്താദിന് കഴിവില്ലേ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഇത് നിയമപരമായി നിലനിൽക്കാത്ത കാര്യമാണ്. അതിന് പറയുന്നത് സുപ്രീം കോടതിയിൽ വിധിയുണ്ട്. ആ വിധിയിൽ പറയുന്നത് ഒരു സൊസൈറ്റി ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന സംഘടന ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റൊരു സൊസൈറ്റി അനുസരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് നിർബന്ധമായി സ്വാധീനം ചെലുത്താൻ പാടില്ല. ആരാണ് ഇവിടെ സ്വാധീനം ചെലുത്തുന്നത്? ആരാണ് CSന്റെ ആഭ്യന്തര കാര്യങ്ങൾ കലഹിക്കുന്നത്, ഇടപെടുന്നത് നിർബന്ധമായിട്ട്? മറിച്ച് 2 സൊസൈറ്റികൾ തമ്മിൽ പ്രശ്നമുണ്ടായാൽ രഞ്ജിപ്പിന് വേണ്ടി മധ്യസ്ഥ ശ്രമങ്ങൾ കോടതി അംഗീകരിക്കുന്ന മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തി ആ പ്രശ്നം പരിഹരിക്കാം. അങ്ങനെ മധ്യസ്ഥ ശ്രമ തീരുമാനങ്ങളല്ലത്. ഇത് ഭരണഘടന ചേർക്കാനാണോ? വെറുതെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്നത്.
നിയമവും ഇതും തമ്മിലൊരു ബന്ധമല്ല. നിയമപരമായ വിഷയങ്ങളിൽ ഇടപെടുന്നില്ല. നല്ല നിലയ്ക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാൻ വേണ്ടി വളരെ മാന്യമായ ചില നിർദ്ദേശങ്ങൾ വെക്കുക, ഇത്രമാത്രം. അതിനപ്പുറം ഒന്നുമില്ല. അത് കേട്ടാൽ നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. ഇതെന്താ അംഗീകരിക്കുന്നത്? ഒന്നെന്താ, സമസ്ത കേരള ജംഇയ്യത്തുലമ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി വാഫി വഫിയയും CIC യും മുന്നോട്ട് പോകുക. എന്താ അതിന് കുഴപ്പമുള്ളത്? അപ്പം തന്നെ അവിടെ വെട്ടിയിട്ടുണ്ടാക്കി. വാഫി വഫിയ സംവിധാനവും CIC യും സമസ്ത കേരള ജംഇയ്യത്തുലമ അംഗീകരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ താല്പര്യങ്ങൾക്കും ഉപദേശ നിർദ്ദേശങ്ങളനുസരിച്ച് മുന്നോട്ട് പോകുക. സുന്നത്ത് ജമാഅത്ത് സമസ്ത ഞങ്ങൾ അംഗീകരിക്കുക. പലവട്ടം ഒരു ഇത് നിങ്ങൾ സമസ്തയെ ഞങ്ങൾക്ക് സംഘടനാ ബന്ധമില്ല, സംഘടനാപരമായി ഞങ്ങൾക്ക് കിടപ്പാടില്ല, മറിച്ച് സമസ്തന്റെ ആദർശം തന്നെ ഞങ്ങളുടെ ആദർശം. അതന്നല്ലേ AP പറയണത്, അതന്നല്ലേ ദക്ഷിണ കേരള ജംഇയ്യത്തുലമ പറയണത്, അതല്ലേ സമസ്താനി പറയുന്നത്, എല്ലാ പാർട്ടിക്കാരും അതന്നല്ലേ പറയുന്നത്. സമസ്തനെ അംഗീകരിക്കൂല, പക്ഷെ ഞങ്ങളതനുസരിച്ച് വേറിട്ട് പോകും. ഇതേപോലെ 9 കാര്യം വായിച്ചു നോക്കിയാൽ ഒരെണ്ണം പോലും, ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ് വായിക്കാത്തത്, 9-ൽ ഒരു കാര്യം പോലും നേരെ ചൊവ്വേ പറഞ്ഞിട്ടില്ല. ഒരു കാര്യം മാത്രം നേരെ എന്ന് തോന്നിപ്പിക്കും. പക്ഷെ മേൽക്കാര്യങ്ങൾ എന്ന് പറയുന്നിടത്ത് അവരെഴുതിയ മേൽക്കാര്യങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സമസ്ത നമ്മുടെ മധ്യസ്ഥന്മാർ കൊടുത്ത കാര്യങ്ങളല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒറ്റൊന്നും നേരെ എഴുതിയിട്ടില്ല. ഞാൻ ദീർഘിപ്പിച്ചു പോയി, ക്ഷമിക്കണം, സ്നേഹാദരവ് അപേക്ഷിക്കുക. ഒറ്റ കാര്യം കൂടി വിട്ടുപോയത് പറയട്ടെ, ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ ഒരു തീരുമാനം, മോയിൻകുട്ടി മാഷും ഞാനും കൂടി താല്പര്യം എടുത്ത് അങ്ങനെ കുഞ്ഞാലി സാഹിബും സാദിഖ് അലി ശിഹാബ് കൂടി എടുത്ത തീരുമാനം, ആ തീരുമാനം പിന്നെ നടപ്പാക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നു. പകരം ഹക്കീം ഫൈസിയുടെ രാജി സ്വീകരിച്ച് അതിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന ഹബീബുള്ള ഫൈസിയെ അതിൻ്റെ ജനറൽ സെക്രട്ടറിയായി അവരോധിച്ചു. സ്വാഭാവികമായും ഒരു വൈകാരിക പ്രശ്നം സമസ്തയിൽ എല്ലാവർക്കും ഉണ്ടാവും, ഇത് അടുത്തറിയുന്ന ആളുകൾക്ക്. കാരണം നേരത്തെ തീരുമാനിച്ചു വെച്ചത് അദ്ദേഹത്തിൻ്റെ രാജി സ്വീകരിച്ച് പകരം സമദ് പൂക്കോട്ടിനെ ജനറൽ സെക്രട്ടറി ആക്കിയ എന്നായിരുന്നു. അതിന് പകരം സമസ്തയുടെ നേതാക്കന്മാരൊന്നും അറിയാതെ ഇങ്ങനൊരു സംഭവം ചെയ്യുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവും. ഞാൻ ആ വാർത്ത കണ്ടപ്പോൾ കോഴിക്കോട്ട് നിന്ന് നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. ഞാൻ നേരെ ജിഫ്രി തങ്ങളെ വിളിച്ചു. തങ്ങൾ പാപ്പ ഇങ്ങനെ ഒരു തീരുമാനം കാണുന്നുണ്ട്, നിങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടാണോ ചോദിച്ചു. നമ്മൾ നേരത്തെ തീരുമാനത്തിനെതിരാണുള്ളത് എന്നാണ്. ഇല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാനും സാദിഖ് തങ്ങൾ ഇന്ന് ഉച്ചക്കും ഒരു ഒരു പള്ളി ഉദ്ഘാടനമല്ല, വേറെ എന്തോ ഒരു കല്യാണത്തിന് നിക്കാഹിൽ ഉണ്ടായിരുന്നു. ഈ വിഷയം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് രാജി സ്വീകരിക്കാമെന്ന് പറഞ്ഞു. പകരം ഇതാണെന്ന് പറഞ്ഞിട്ടില്ല. MT ഉസ്താനെ വിളിച്ചു, ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞു. ഞാൻ നേരെ ആലിഖ് ഉസ്താനെ വിളിച്ചു. ആലിഖ് ഉസ്താൻ ഫോൺ എടുക്കുന്നില്ല, എങ്ങനെ വിളിച്ചാൽ എടുക്കുന്നില്ല. അപ്പോൾ നേരെ രാത്രി ആലിഖ് ഉസ്താൻ്റെ വീട്ടിൽ ചെന്നു. ആലിഖ് ഉസ്താൻ്റെ വീട്ടിൽ നമ്മുടെ ഉസ്മാൻ ഫൈസ് ഉണ്ട്, ആലിഖ് ഉസ്താൻ്റെ മക്കളുണ്ട്. ഈ വിഷയം അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉസ്താദിനോട് കാര്യങ്ങൾ ചോദിച്ചു. അതിനിടയിൽ MT ഉസ്താദ് വിളിക്കുന്നുണ്ട്. അവിടെ ആലിഖ് ഉസ്താദ് ചോദിച്ചു ഉസ്മാൻ ഫൈസിനെ, അപ്പോൾ ആലിഖ് ഉസ്താദ് ഉണ്ട്. അപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ പറഞ്ഞു. MT ഉസ്താദോടെ എത്തി, വിശദമായി ചർച്ച ചെയ്തു. ആലിഖ് ഉസ്താദിനോട് ചോദിച്ചു, ആലിഖ് ഉസ്താദ് എന്തേ സംഭവിച്ചത്? നമ്മൾ എടുത്ത തീരുമാനപ്രകാരം സമദ് പൂക്കോട്ടൂരല്ലേ സെക്രട്ടറി ആകേണ്ടത്? ഉസ്താദ് പറഞ്ഞു, പട്ടിക്കാട് ജാമ്യനൂരിൻ്റെ കമ്മിറ്റി ഇങ്ങനെ നടക്കുകയാണ്. കമ്മിറ്റി നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് എൻ്റെ കൈ പിടിച്ച് നമ്മൾ ഇങ്ങനെ പുറത്ത് പോകാനായിട്ട് കൈ പിടിച്ച് ഇങ്ങനെ കോട്ടി വാരാന്തിയിൽ കൊണ്ടുവന്നു. ഒപ്പം കുഞ്ഞാലി സാഹിബും വന്നു. എൻ്റെ റൂമിലേക്ക് പോയി. റൂമിൽ ഞങ്ങൾ 3 പേരും ഇരുന്നു. അപ്പോൾ ഉസ്മാൻ ഫൈസിന് പുറത്ത് നിൽക്കാൻ പറഞ്ഞു. വാതിൽ കുറ്റിട്ടിട്ട് പറഞ്ഞു, നമുക്ക് ഹക്കീം ഫൈസിൻ്റെ രാജി സ്വീകരിക്കേണ്ടി വെച്ചു. സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സ്വീകരിക്കാൻ പകരം ആളെ വേണ്ടേ വെച്ചു. ആൾ വേണം, അതാരാണ് ചോദിച്ചു. അത് നമുക്ക് ഉസ്താദ്മാരുമായി കൂടി ആലോചിച്ച് ചെയ്യാം. അല്ല, ഞങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ മരുമകനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് പറഞ്ഞു ഹബീബുള്ള ഫൈസി. ഒന്ന് ആലോചിച്ച് ചെയ്യല്ലേ നല്ലത് ഞാൻ ചോദിച്ചു. അല്ല, അത് കുഴപ്പമൊന്നുമില്ല, പിന്നെ നമുക്ക് അങ്ങനെ തീരുമാനിക്കുക, അൽ ഫാത്തിഹ. അപ്പം ഞാൻ ദ്വാർന്നും കൊടുത്തു. അടുസാൻ അങ്ങനെയുള്ള അടുസാൻ്റെ സ്വഭാവം ഇതാണ് ഉണ്ടായിട്ടുള്ളത്, ഞാനും അത് നിരപരാധിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ MT ഉസ്താവും എല്ലാം കൂടിയിട്ടും ചെയ്തു, ഒരു പ്രസ്താവന കൊടുക്കാൻ തീരുമാനിച്ചു. ഹക്കീം ഫൈസിൻ്റെ രാജി സ്വീകരിച്ചത് സ്വാഗതാർഹമാണെന്നും എന്നാൽ SNEC എന്ന സമസ്തയുടെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുമായി സജീവമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഹബീബുള്ള ഫൈസിനെ പകരക്കാരനായി അംഗീകരിച്ച പ്രസ്താവന കൊടുത്തില്ല. തൊട്ട് പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ള ഇതേ ആലിഖ് ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകൾ CIC രാജിവെച്ചു. ഇതൊക്കെയാണ് നടന്ന സംഭവങ്ങൾ.